സ്പിരിച്വാലിറ്റിയെ പറ്റി സംസാരിക്കുക ഇറ്റ്സ് ലൈക്ക് ഫോർ മീ വൺ ഓഫ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് പറയാം. ശരിക്കും ഒരു പക്ഷേ അതിൻ്റെ ആഴത്തിലേക്ക് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത് കൊണ്ടായിരിക്കാം. തുടക്കത്തിലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണ്, എങ്ങനെ ഈ കടലിൻ്റെ അറ്റത്ത് നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെ, അല്ലെങ്കിൽ ലൈക്ക് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എന്താണ് ഈ ആത്മീയത എന്നൊക്കെ മനസ്സിലാക്കാൻ. കാരണം എല്ലാം ഇറ്റ്സ് ഗോയിങ് ബിയോണ്ട് അവർ ലിമിറ്റ് എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം ഒന്ന് കാലെടുത്ത് വെച്ച് നോക്കിയപ്പോൾ ഇഷ്ടമാവാൻ തുടങ്ങി, മനസ്സിലാകാൻ തുടങ്ങി. നമുക്ക് മനസ്സിലാകുന്ന വിഷയങ്ങളാവുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സ്നേഹം വരും അതിനോട്. അപ്പം അങ്ങനെ മനസ്സിലായി, ഈ സ്നേഹം തന്നെയാണ് ഈ വിഷയത്തിൻ്റെ, ഈ ആത്മീയതയുടെ ഏറ്റവും ഫണ്ടമെൻ്റൽ കോർ എന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ കൂടുതൽ ആഴത്തിൽ ചെന്ന് ഈ ഒരു വിഷയത്തെ പഠിക്കണമെന്നൊരു ആഗ്രഹമായി. ശരിക്കും ഞാൻ പറഞ്ഞ ലാസ്റ്റ് 3 ഇയേഴ്സ് ശരിക്കും പറഞ്ഞ ഒരു പരിശ്രമം തന്നെയായിരുന്നു. എന്താണ് ഈ ആത്മീയത? ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്താണ് ഈ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ജിജ്ഞാസ. അതായിരുന്നു കഴിഞ്ഞ ലാസ്റ്റ് 3 ഇയേഴ്സ് എൻ്റെ ഒരു പരിശ്രമം ഫുള്ള്. പലരെ അപ്രോച്ച് ചെയ്തിട്ടുമുണ്ട്. വേണ്ട രീതിയിലുള്ള സഹായമൊന്നും കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം, ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എന്നിരുന്നാലും ചിലരൊക്കെ സഹായിച്ചിട്ടുമുണ്ട്. അപ്പം നമ്മൾ പറയുമ്പോൾ സഹായം കിട്ടിയിട്ടുമുണ്ട്, എന്നാൽ ചിലരൊക്കെ അത് നിരസിച്ചിട്ടുമുണ്ട്. എങ്ങനെയായാലും ഇന്ന് ഞാൻ ഈ ഒരു വിഷയത്തെ പറ്റി കഴിഞ്ഞ ഒരു ലാസ്റ്റ് 3 ഇയേഴ്സിൽ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പിരിച്വാലിറ്റിയെ പറ്റി മറ്റുള്ളവരോട് സംസാരിക്കാനും അത് പറയാനും. കുറച്ചും കൂടി ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും എനിക്കിഷ്ടമാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു, വൈ കാൻറ്റ് ഐ യൂസ് മൈ യൂട്യൂബ് ചാനൽ ഫോർ ദിസ് പർപ്പസ്. കാരണം എനിക്കിതിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണെങ്കിൽ ദെൻ അറ്റ്ലീസ്റ്റ് 10 പേരിൽ ഒരാൾക്കെങ്കിലും ഇത് മനസ്സിലാകുന്നെങ്കിൽ സച്ച് എ ഗുഡ് അച്ചീവ്മെൻറ്റ്. അപ്പം അങ്ങനെയാണ് ഈ സ്പിരിച്വാലിറ്റിയെ പറ്റി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക്, ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് വെരി റിസ്കി. കാരണം നമ്മളുടെ ചുറ്റും അല്ലെങ്കിൽ ഈവൻ യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് സ്പിരിച്വാലിറ്റിയെ പറ്റി പറയുന്നുണ്ട്. സോ മെനി എക്സ്പേർട്സ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു എന്താ പറയുക, ഇടയിൽ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് വെരി കുറച്ച് റിസ്കിയാണ്. ബട്ട് ഐ എം ലിറ്റിൽ ട്രൈങ് ഇറ്റ് ഫ്രം മൈ എൻഡ്. എനിക്ക് എന്താണ് മനസ്സിലായത് ആസ് എ പേഴ്സൺ, എനിക്ക് ഈ സ്പിരിച്വാലിറ്റി ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെടുത്തു. പക്ഷേ തീർച്ചയായിട്ടും എന്നെ ആദ്യഘട്ടങ്ങളിലൊക്കെ എനിക്ക് ഒരു സഹായമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു മഞ്ജു എന്ന് പറഞ്ഞൊരു ആൻറ്റിയൊക്കെ എന്നെ ഒത്തിരി ഷീ ഹെൽപ്പ് മീ എ ലോട്ട്. അപ്പോൾ ശരിക്ക് എനിക്ക് മനസ്സിലായി ഇതൊരു ഭയങ്കര ശരിക്കും ആഴത്തിൽ ഇറങ്ങി ചെല്ലേണ്ട ഒരു വിഷയമാണ്. ആൻഡ് എവ്രി വൺ ഹാവ് ദെയർ ഓൺ ഇൻ്റർപ്രിട്ടേഷൻസ്. ഈ ഇൻ്റർപ്രിട്ടേഷൻസ് എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന പാഠങ്ങളെയാണ് ഇൻ്റർപ്രിട്ടേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് സ്പിരിച്വാലിറ്റീന് ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ഫിക്സ്ഡ് ആയിട്ട് നമുക്കൊരു ഡിക്ഷണറി വെക്കാൻ പറ്റില്ല. ബിക്കോസ് ഫോർ ലിറ്ററേച്ചർ ആൻഡ് എവറിത്തിങ് വി ക്യാൻ റെഫർ ടു ഒരു ഡിക്ഷണറി. അതിനൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടേംസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇൻ്റർപ്രിട്ടേഷൻ എന്നൊരു ടേം, ഇഫ് യു റെഫർ ടു എനി ഓഫ് ദ ഡിക്ഷണറി അതിനൊരു പെർട്ടിക്കുലർ ഡെഫൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഉണ്ടാകും. ബട്ട് ഫോർ സ്പിരിച്വാലിറ്റി ഇറ്റ് ഈസ് വെരി ഫ്ലൂയിഡ്. ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു ടേമാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇറ്റ്സ് ലൈക്ക് വാട്ടർ. ഏത് ഷേപ്പ് ഏത് ഫോം വേണമെങ്കിലും എടുക്കും. അത് നമ്മളുടെ കപ്പാസിറ്റി പോലെ ഇരിക്കും. നമുക്ക് എത്ര ഒരു കേപ്പബിലിറ്റി ഉണ്ട്, നമ്മളുടെ കഴിവ് എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ചിട്ടാണ് ഈ സ്പിരിച്വാലിറ്റി ഓരോരുത്തരിലും അതിൻ്റേതായ ഒരു ഫോം അല്ലെങ്കിൽ ഷേപ്പ് എടുക്കുന്നത്. സോ നമ്മൾ എത്ര കേപ്പബിൾ ആണ്, ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു ഐഡൻറ്റിഫൈ. അത് നമ്മളുടെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഹൗ ഫാർ യു പ്രൂവ് ദാറ്റ് യു ആർ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. നമ്മളതിനെ എത്രത്തോളം, കാരണം വി ഹാവ് ടു ബി വെരി കെയർഫുൾ. കാരണം ഇതിൽ എവിടെയൊക്കെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടോ ദർ ഈസ് ഓൾവേസ് എ നെഗറ്റീവ് എനർജി. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ടഗ് ഓഫ് വാർ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ, പോസിറ്റീവ് എനർജി ആൻഡ് നെഗറ്റീവ് എനർജി. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, എവിടെയൊക്കെ നമ്മൾ നല്ല കാര്യങ്ങൾ പറയുന്നു അവിടെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അതിൻ്റെ തിന്മയുമുണ്ട്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ശബ്ദങ്ങളും. ആൻഡ് വി ഹാവ് ടു സീ
വാട്ട് ഇറ്റ് ഈസ് എക്സാക്ട്ലി വളരെ കെയർഫുള്ളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് സ്പിരിച്വാലിറ്റി. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര റെസ്പോൺസിബിളായിട്ട് ഡിഫൈൻ ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷേ എവിടെയൊക്കെയോ ആ റെസ്പോൺസിബിലിറ്റി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊരു പൂർണ്ണ ബോധ്യം എനിക്ക് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു വിഷയത്തെ ശരിക്കും സീരിയസ് ആയിട്ട് മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇതിൻ്റെ ട്രയൽസൊക്കെ ഞാൻ ഒരുപാട് കഴിഞ്ഞ ഒരു 2 years ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി നൗ ഇറ്റ്സ് ഗോയിങ് ലെവൽ ഹയർ ദാൻ ദ പ്രീവിയസ് വൺ. കാരണം നമ്മുടെ ഓരോ പ്രാവശ്യവും നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അവർ അണ്ടർസ്റ്റാൻഡിങ് അത് ഈ സ്പിരിച്വാലിറ്റിയിലല്ല, ഇൻ എനി സബ്ജക്റ്റ് നമ്മൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ എത്രത്തോളം അതിൽ എത്ര ഡൈവ് ഡീപ്പ് ഇൻ ടു ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ നമുക്ക് അതേപ്പറ്റി കൂടുതൽ അറിയാനും അതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. സോ സ്പിരിച്വാലിറ്റി ഈസ് വൺ സച്ച് തിങ്. സെക്കൻഡ് വൺ എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്, അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറയാൻ ശ്രമിച്ച കാര്യം ഇതാണ്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞ അത്രയും നീണ്ട വാക്കുകളിലൂടെ ഒരു പക്ഷേ നിങ്ങൾക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നു എന്തായിരിക്കും പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഒരേ ഒരു സിമ്പിൾ കാര്യം ഇതാണ്: സ്പിരിച്വാലിറ്റി ഈസ് ആപ്ലിക്കബിൾ ഫോർ എവ്രി വൺ. ഇതിനൊരു എന്താ പറയുക, ഇന്ന കൂട്ടർക്ക് മാത്രമേ സ്പിരിച്വാലിറ്റിയെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ, പഠിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഇഫ് യു ആർ കേപ്പബിൾ, നമ്മളുടെ ഒരു എബിലിറ്റി പോലെയാണ് നമുക്ക് സ്പിരിച്വാലിറ്റിയെ കൂടുതൽ സീരിയസ് ആയിട്ട് കാണാൻ പറ്റുക. ബട്ട് ഇഫ് യു ഹാവ് എ റിയലൈസേഷൻ ദാറ്റ് സ്പിരിച്വാലിറ്റി ഈസ് യുവർ ഏരിയ, ഇതിൽ ഫോക്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം ഏറ്റവും ആദ്യം മനസ്സിലാക്കണം, ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കേണ്ട, റെസ്പോൺസിബിളായിട്ട് എടുക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. അതിന് നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യുകയല്ല. വി നീഡ് ടു ഹാവ് എ പ്രോപ്പർ ഫോക്കസ്. ആ ഒരു എന്താണ് പറയുന്നതിനെ പറ്റിയുള്ള വളരെ പ്രോപ്പർ ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പം അതുകൊണ്ട് സ്പിരിച്വാലിറ്റി ഇസ് സച്ച് എ സീരിയസ് ഫീൽഡ് വേർ വി നീഡ് ടു പുട്ട് ലോട്ട് ഓഫ് ടൈം ആൻഡ് എഫേർട്ട്. അതാണ് ആദ്യത്തെ ഒരു കാര്യം. രണ്ടാമത്, നമ്മൾ സ്പിരിച്വാലിറ്റിയെ പറ്റി മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്: സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ റിലീജിയൻ എന്ന് പറഞ്ഞാൽ അത് തിയറിയാണ്. പക്ഷേ ആ റിലീജിയൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡാണ് നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയാം. പക്ഷേ എഗെയിൻ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ നമുക്ക് റിലീജനായിട്ട് കാണുന്നതും സ്പിരിച്വാലിറ്റിയായി കാണുന്നതുമാണ്, രണ്ടിനെ വ്യത്യസ്തമായി കാണുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എല്ലാം ഇങ്ങനെ ഹൈബ്രിഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. എന്തും നമ്മൾ ഹൈബ്രിഡ് ആയിട്ടാണ് കാണുന്നത്. ഫോർ എക്സാമ്പിൾ പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ ടുഗദർ. അപ്പോൾ നമുക്ക് കാണാം രാഷ്ട്രീയത്തിലും മതമുണ്ട്, മതത്തിലും രാഷ്ട്രീയമുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. സോ ടു ബി ഓൺ ദ സേഫർ സൈഡ്, സ്പിരിച്വാലിറ്റീനെ നമ്മൾ ശരിക്ക് ഒരുപാട് റിലീജിയൻ കൊണ്ടുവരാതെ എന്നാൽ റിലീജിയസ് ആയിട്ട് തിങ്ക് ചെയ്യാം. ബിക്കോസ് രണ്ടും ഈ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് പോലെയാണ്. സോ ഇറ്റ്സ് ബെറ്റർ കൂടുതൽ റിലീജിയസ് ആവാതെ, പക്ഷെ സ്പിരിച്വാലിറ്റി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിലീജിയസ് ടേംസ് യൂസ് ചെയ്യാം. സോ ടു ബി ഓൺ ദ സേഫർ സൈഡ്, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതൊരു പ്രാക്ടീസാണ്. ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. ശരിക്കും ഒരു ഡിസിപ്ലിനാണ്. നമ്മളുടെ ഒരു അലങ്കോലമായി കിടക്കുന്ന നമ്മുടെ ജീവിതത്തെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് സ്ട്രക്ചർ ചെയ്ത് അതിനെ ഒരു ഒരുക്കത്തിൽ കൊണ്ടുപോകാനുള്ള, ഒരു റുട്ടീൻ പോലെ കൊണ്ടുപോകാനുള്ള ഒരു മീഡിയമാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതായത് സ്പിരിച്വാലിറ്റി നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറാൻ നമ്മൾ അങ്ങനെ ശ്രമിക്കണം നമ്മൾ. അതാണ് സ്പിരിച്വാലിറ്റി. അല്ലാണ്ട് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നൊരു ദിവസം ചെയ്തു, പ്രാക്ടീസ് ചെയ്തു, ആൻഡ് ദെൻ ആഫ്റ്റർ 1 month യു ഗോ ബാക്ക് ആൻഡ് അങ്ങനെയല്ല. സ്പിരിച്വാലിറ്റി വൺസ് യു ഡിസൈഡ് ടു ഫോളോ ഇറ്റ്, അത് ആ പ്രാക്ടീസ് നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മളത് എവ്രി ഡേ എവ്രി മൊമെൻറ്റ് വി ഹാവ് ടു ലിവ് ഇൻ ഇറ്റ്. നമ്മൾ അതിൽ ജീവിക്കണം. അതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. സോ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ യോഗ, മെഡിറ്റേഷൻ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗം തന്നെ. പക്ഷെ ഞാൻ പറയുന്ന സ്പിരിച്വാലിറ്റി ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡാണ്. ഞാൻ പറഞ്ഞു, ഞാനിതെങ്ങനെ വ്യത്യസ്തമായിട്ട് കാണുന്നു എന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഫോർ മീ സ്പിരിച്വാലിറ്റി
എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസാണ്. ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മളുടെ ഡെയിലി ലൈഫിലെ പ്രാക്ടീസ്. അത് നമ്മുടെ ഒരു പ്രാവശ്യം സ്പിരിച്വാലിറ്റിയുടെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറും, നമ്മുടെ സ്വഭാവം മാറും, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് മാറും, നമ്മുടെ പെർസ്പെക്റ്റീവ് മാറും, നമ്മളുടെ ചിന്താഗതിയും നമ്മൾ മറ്റുള്ളവരെ അപ്രോച്ച് ചെയ്യുന്നതും ഒക്കെ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലായിരിക്കും. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഞാൻ തുടങ്ങി വെച്ചൊരു സീരീസ് ഉണ്ടായിരുന്നു, ദ ഫ്രാക്ചേർഡ് മിറർ എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ഓൺലി. നമ്മളെല്ലാം നേരെ ഇൻവേർട്ടഡ് ആയിട്ട് കാണാൻ തുടങ്ങും. നമ്മൾ എങ്ങനെയാണോ എല്ലാവരും ചിന്തിക്കുന്ന ആ രീതിയിലാവില്ല നമ്മൾ ചിന്തിക്കുക. ഇറ്റ് ഹാസ് എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. എല്ലാത്തിൻ്റെയും ഒരു ഒരു നല്ല വശം അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് നമുക്ക് നമ്മളെ മെൻ്റലി ഫിസിക്കലി നമ്മൾ ഒരുങ്ങി ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണ്. മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ ഈ സ്പിരിച്വാലിറ്റിയെ പറ്റി പറയാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ ഇതിന് വേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ ഒത്തിരി ഇമോഷണൽ ആവാൻ പറ്റില്ല. നമുക്ക് ഒത്തിരി ആറ്റിറ്റ്യൂഡ്സ് ആയിട്ട് നമുക്ക് ഈ ഒരു ഈഗോ ഇത്തരം സംഭവങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഒരു ഒരു വ്യക്തി എന്നതിനപ്പുറം, അല്ലെങ്കിൽ നമ്മൾ ഒരു മീഡിയം എന്നതിനപ്പുറം വി ഹാവ് നോ റോൾ ഇൻ ഇറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ ഒരു പക്ഷേ ഇത്തിരി ഡിഫിക്കൾട്ടായിരിക്കും. കാരണം ഇത് പറയാൻ കാരണം നമുക്ക് ദേഷ്യം വരും, നമുക്ക് സ്നേഹം വരും, ഇഷ്ടം വരും, നമുക്ക് മറ്റുള്ളവരോടൊരു അറ്റാച്ച്മെൻ്റ് ഒക്കെ തോന്നും. അങ്ങനെ ഇതൊക്കെ വളരെ ഹ്യൂമൻ നേച്ചറാണ് നമ്മളുടെ. ഇതിൽ നിന്നെല്ലാം ഇത്തരം എല്ലാ ഇമോഷൻസ് നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നമ്മൾ വളരെ ഒരു അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ തിങ്ക് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അത്തരം ഒരു രീതിയിൽ തിങ്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് സ്പിരിച്വാലിറ്റി നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നമുക്ക് മനസ്സിലാക്കേണ്ട, ഇപ്പം ഞാൻ ശരിക്കും ഇതിനെ കുറച്ചും കൂടി ഈസി ആയിട്ട് പറഞ്ഞുതരാം. ഈ ലോകത്തിൽ ഞാൻ എന്താ പറയുക, നമ്മൾ ഈ ലോകത്തെ പോസസീവായി ചിന്തിക്കുമ്പോൾ, അതായത് എൻ്റെ കുടുംബം, എൻ്റെ ഫാമിലി, എൻ്റെ മക്കൾ, എൻ്റെ പേരൻസ്, അങ്ങനെ നമ്മൾ ഒത്തിരി എല്ലാത്തിലും എൻ്റെ അല്ലേ, എല്ലാത്തിനോടും നമുക്ക് ഒരു വല്ലാത്ത സ്നേഹമാണ്. അങ്ങനത്തെ ഒരു പോസസീവ്നെസ്സിൽ നമുക്ക് സ്പിരിച്വാലിറ്റി ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അത് വേറെ ഏതോ ലെവലിലേക്ക് പോവാതെ. സോ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടത് ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻ്റാണ്. എല്ലാത്തിനോടും ഒരു സ്നേഹം വേണം, പക്ഷെ എല്ലാത്തിനോടും ഒരു അകൽച്ചയും വേണം. നമ്മൾ ഒത്തിരി ഇൻവോൾവ് ആയിട്ട് നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഇതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ബൈബിളിൽ തന്നെ കിടക്കുന്നുണ്ട്. ജീസസ് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം കുരിശെടുത്ത് ദിവസവും അനുദിനം നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ സ്വന്തം കുരിശ് നമ്മൾ തന്നെ എടുക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ആ കുരിശ് എടുക്കണം, പക്ഷെ നമ്മളുടെ കുരിശ് നമ്മൾ തന്നെയാണ് ചുമക്കേണ്ടത് എന്ന് ജീസസ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതായത് വി ഹാവ് ടു ക്യാരി അവർ ഓൺ ക്രോസ് എവ്രി ഡേ. സോ ഇറ്റ്സ് നോട്ട്, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്പിരിച്വാലിറ്റിയുടെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഒരു 1 day അറ്റ് എ ടൈമാണ്. ഒരു 24 hours ആണ് ഇതിൻ്റെ ഒരു ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓരോ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ടൈമിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് പോകണം. അത് എവിടെയൊക്കെയാണോ തിരുത്താനുള്ളത്, എവിടെയൊക്കെയാണോ നമുക്ക് ക്ഷമിക്കാനുള്ളത്, എവിടെയൊക്കെയാണോ നമുക്ക് നമ്മളെ കറക്റ്റ് ചെയ്യാനുള്ളത്, അതൊക്കെ എല്ലാ ദിവസവും നമ്മളത് ഈ കണക്ക് പുസ്തകത്തിൽ കണക്ക് എഴുതുന്ന പോലെ എല്ലാ ദിവസം അവസാനിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ കണക്ക് എഴുതി വെച്ച് പിറ്റേ ദിവസം അതിനെ എവിടെയൊക്കെയാണോ തിരുത്തേണ്ടത്, എവിടെയൊക്കെയാണോ ക്ഷമിക്കേണ്ടത്, എവിടെയൊക്കെയാണോ ആരോടൊക്കെയാണോ മാപ്പ് പറയേണ്ടത്, അങ്ങനെ തിരുത്തി പോകുന്ന ഒരു കണക്ക് പുസ്തകത്തിൻ്റെ ഒരു ഫോർമുലയാണ് ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തു പോകുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം ശരിക്കും വിശുദ്ധിയിൽ നമുക്ക് നിലനിന്ന് പോകാൻ സാധിക്കുള്ളൂ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ദാറ്റ്സ് വൈ ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞത്, സ്പിരിച്വാലിറ്റി പറഞ്ഞാൽ വെറുതെ നമുക്ക് ഒന്ന് എൻജോയ് ചെയ്ത് ഇതൊന്ന് വെറുതെ ഒന്ന് മനസ്സിലാക്കി പോവാന്ന് പറയുന്ന ഒരു വിഷയമേ അല്ല. ഇറ്റ്സ് സച്ച് എ സീരിയസ് ടോപ്പിക്. ഒരു പ്രാവശ്യം നമ്മളത് തുടങ്ങിക്കഴിഞ്ഞാൽ വി ഹാവ് ടു കീപ്പ് എൻ അക്കൗണ്ട് ഓഫ് ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ്സ് ഓഫ് അവർ ലൈഫ്. അത് റെക്കോർഡഡ് ആണ്, അത് അക്കൗണ്ടബിൾ ആണ്. അപ്പോൾ അത്രയും ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട, നമ്മളിൽ തന്നെ ആ മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിച്ച് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്.
പലരോടും ദേഷ്യം തോന്നും, പലരോടും വെറുപ്പ് തോന്നും, പലരോടും അമിതമായ സ്നേഹം തോന്നും. ഇതിനെയെല്ലാം നമ്മൾ അകറ്റി 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 നമ്മൾ നമ്മളെ തന്നെ ഡിറ്റാച്ച് ചെയ്ത് നമ്മൾ എന്താ പറയുക, എവിടെയൊക്കെയാണ് ചിലയിടത്ത് നമുക്ക് കറക്റ്റ് ചെയ്യാനുണ്ടാവും, ചിലരോട് നമുക്ക് പോയി സോറി പറയേണ്ടതുണ്ടാവും. ഇനിയിപ്പോൾ സോറി പറയുന്നതിന് ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ വേറെ ഒരു എപ്പിസോഡിൽ പറഞ്ഞു തരാം. പിന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് ഫോർഗീവ് ചെയ്യേണ്ടതുണ്ടാവും, മാപ്പ് കൊടുക്കേണ്ടതുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളിൽ നമ്മളെ തന്നെ ഇറ്റ്സ് ദ ബെസ്റ്റ് വേ ഈസ് ടു ഡിറ്റാച്ച് അവർ ഫ്രം എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും. നമ്മളെ തന്നെ ഒന്ന് ഡിറ്റാച്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്. അങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് വെക്കുമ്പോൾ എന്ന് വെച്ചാൽ ഡിറ്റാച്ച് ചെയ്യാവുന്ന എനിക്ക് ആരുമായിട്ടൊരു ബന്ധമില്ല അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ്. നമുക്ക് എല്ലാത്തിനോടും ഒരു സ്നേഹം വേണം, എന്നാൽ ഒന്നിനോടും നമുക്ക് പോസസീവായിട്ടുള്ള ഒരു അമിതമായ ഒരു ആഗ്രഹം പാടില്ല. സോ ദിസ് ഇസ് വൺ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഓഫ് സ്പിരിച്വാലിറ്റി. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. Three things which I said. Spirituality is such a serious area where you need to focus. Second one is നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ഫീൽഡാണ്. ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ. ഇതിനുള്ളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ബൈബിളിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ജീസസ് പറയുന്നുണ്ട്, സെയിൻറ്റ് ലൂക്കിൻ്റെ ഗോസ്പലിലാണ് പറയുന്നത്. അതായത് സാബത്തിൻ്റെ സമയത്ത് ഇപ്പോൾ ജീസസ് ഒരു ക്രിപ്പിളായിട്ടുള്ളൊരു സ്ത്രീയെ സുഖപ്പെടുത്തുമ്പോൾ അവിടെ ചുറ്റുമുണ്ടായിരുന്ന എൽഡേഴ്സും പ്രീസ്റ്റും അതുപോലെ സ്ക്രൈബ്സും ഫരീസീസിനൊന്നും അവർക്കൊന്നും ഇത് സഹിച്ചില്ല. അപ്പോൾ ഫരിസേയന്മാരും അതേപോലെ സദുക്കന്മാരൊക്കെ ജീസസിനെ കുറ്റം പറയാൻ തുടങ്ങി. ഇവനാരാ ഇതൊക്കെ ചെയ്യാൻ, അതും സാബത്തിൻ്റെ ദിവസം വന്നിട്ടാണോ സൗഖ്യം കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ജീസസിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഉടൻ തന്നെ ജീസസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ പശു അല്ലെങ്കിൽ നിങ്ങളുടെ കാള എങ്ങാനും കിണറ്റി വീണ, അല്ലെങ്കിൽ നിങ്ങളുടെ മകനൊന്ന് വെള്ളത്തിൽ വീണ, ആ മകനെ സാബത്ത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം പോയി എടുക്കാം എന്നാണോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, അതോ ആദ്യം തന്നെ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണോ നിങ്ങൾ ചെയ്യുക? സോ ദാറ്റ്സ് വൈ ഐ സെഡ് സ്പിരിച്വാലിറ്റി ഇസ് സംതിങ് വിച്ച് വി നീഡ് ടു പ്രാക്ടീസ്. അത് വെറുതെ തിയറി ആയിട്ട് കേട്ട് പഠിക്കാനോ അങ്ങനെ കാണാപ്പാഠം പഠിക്കാനുള്ള ഒന്നുമല്ല, നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എവിടെയാണോ നമ്മളത് അപ്ലൈ ചെയ്യേണ്ടത് അതനുസരിച്ചാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിന് മെഡിസിൻ കൊടുക്കുന്ന പോലെയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഡോക്ടർ എന്ന് പറയുന്നത് ഇവിടെ ദൈവം തന്നെയാണ്, ആ ഹയസ്റ്റ് സുപ്രീം പവർ തന്നെയാണ് ഇതിൻ്റെ ഡോക്ടർ. നമ്മളൊക്കെ പേഷ്യൻസ് ആണ്. നമ്മളുടെയൊക്കെ അസുഖങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് മരുന്ന് തരുന്നത്. അപ്പോൾ മരുന്ന് എത്ര ക്വാണ്ടിറ്റി ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ആ ഒരു എബിലിറ്റി അനുസരിച്ച്, ലെവൽ അനുസരിച്ച്, നമ്മുടെ ഒരു സിക്നസ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ സ്പിരിച്വാലിറ്റി എന്ന മെഡിസിൻ നമുക്ക് തരുന്നത്. അപ്പോൾ സോ ദിസ് ഈസ് വാട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട്. സോ സ്പിരിച്വാലിറ്റി ഇസ് സംതിങ് വിച്ച് വി നീഡ് ടു പ്രാക്ടീസ് ഇൻ അവർ ഡെയിലി ലൈഫ്. സീരിയസ് ആയിട്ട് എടുക്കുക. മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അതായത് നമുക്കുണ്ടാകേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത്. ഒന്നിനോടും അമിതമായ ആഗ്രഹമില്ല, ഒന്നിനോടും അമിതമായ അകൽച്ചയുമില്ല. എല്ലാം വേണം, എന്നാൽ ഒന്നിനോടും കൂടുതൽ എന്താ പറയുക, കണക്റ്റഡ് അല്ലാതെ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ വി കോൾ ഇറ്റ് ആസ് ഡിറ്റാച്ച്ഡ് അറ്റാച്ച്ഡ് ഇമോഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് പഠിച്ചാൽ മതി. ഇനി ബാക്കി കാര്യങ്ങൾ ഇനി അടുത്ത എപ്പിസോഡിൽ